എന്തൊരു നല്ല ഭംഗിയാണ് എൻ്റെ വീട് കാണാൻ. ഇതിൻ്റെ പുറകിന്നൊരു ഒച്ച. ഹലോ മച്ചാമരെ, എന്തൊക്കെയാണ് വിശേഷം? നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ഫാം പണിയാനെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അത് നടക്കുകയെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ മാക്സിമം നമ്മൾ ഫാം പണിയാൻ നോക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. കണ്ട നമ്മുടെ വീട് എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ദെൻ നമ്മുടെ ഇവിടെ നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്തി. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇച്ചിരി സ്റ്റെപ്പൊക്കെ പണിത് താഴ്ത്തായിട്ട് ഇനിയും പണിയാനുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇച്ചിരി അയണൊക്കെ എടുക്കാൻ പോയി. ഒരയണം കണ്ട കിട്ടിയുള്ളു, ഒന്ന് രണ്ടെണ്ണം കിട്ടി, ഒരയണം കിട്ടി. അപ്പോൾ അങ്ങനെ കുറേ പ്രോസസ്സുകളുണ്ടായി. അപ്പോൾ നമ്മളിന്ന് ബക്കറ്റ് കിട്ടിയതുകൊണ്ട് നമ്മളിത് ഇവിടെയൊക്കെ ആയിട്ടൊരു ഫാം പണിയാൻ ഉദ്ദേശിക്കണം. ഇപ്പോൾ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ ഓക്കെ, എങ്ങനെയെങ്കിലും പണിയാൻ നോക്കാം. അപ്പോൾ ഫുഡ് ഫാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഹോഴ്സൊക്കെ എങ്ങനെ ഇവിടെ വീണ് ഗൈസ്? എന്തായാലും വീണല്ലേ, കിടക്കട്ടെ. നമുക്ക് ഫാമിൽ നമ്മളെ പെറ്റ്സാക്കി മാറ്റാം ഗൈസ്. എന്തായാലും അപ്പം നമുക്ക് നേരെ വീടുകളായിട്ട് പോവാം. ദെൻ ഗൈസ്, നമ്മളെ ഫാം പണിയാനായിട്ട് നമ്മൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അയൺ ഇതിൻ്റെ അകത്ത് കുറച്ചുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ അകത്ത് 3 അയൺ ഇവിടെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്തല്ല, ഫർണൈസിട്ട് ചൂടാക്കി അയൺ ഇങ്ങോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കാം. ദെൻ ഇവിടെ അടുത്തത് ഇവിടെ അങ്ങോട്ടൊരു വെള്ളം ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇരുന്ന്. നമ്മൾ അവിടം വരെ പോകേണ്ടി വരുമോ ഇനി? പറ്റി ഞാൻ നോക്കട്ടെ. ഇവിടെ മോളിൽ നിന്ന് അവിടം വരെ പോകേണ്ടി വരും. then അവിടെ നിന്ന് ഇവിടം കൊണ്ട് ഒഴിക്കണ ഒരു പാടാണ്. എങ്കിലും നമുക്ക് നോക്കാം. നമുക്ക് പോയിട്ട് ഇച്ചിരി വെള്ളമൊക്കെ എടുത്തിട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് ഫാമിൻ്റെ പണി സെറ്റാക്കാൻ വേണ്ടി ആദ്യം ഇവിടെ ആയിട്ടൊരു കുഴി കുഴിക്കണം. then നമുക്ക് ആ പരിപാടി പോയി ചെയ്തിട്ട് വരാം. എന്തായാലും ബക്കറ്റുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുരിശ് വരക്കുക ഗൈസ്. ഇവിടെ കുരിശല്ലെങ്കിൽ നമുക്ക് നീളത്തി ഒരു വര അങ്ങ് വരക്കുക. 1 2 3 4 ഐഡിയ ഒന്നും ഇല്ല ഗൈസ്. നമുക്കൊരു 8 ബ്ലോക്ക് അങ്ങോട്ട് എടുക്കാം. 8 ബ്ലോക്ക് 1 2 കറക്റ്റാണ്. 1 2 3 4 5 6 7 ഒരെണ്ണം കൂടി എടുക്കണം. യെസ്, ദാറ്റ്സ് കറക്റ്റ്. ഇനി നമുക്ക് ഇന്നലെ രാത്രിയാവാൻ പോണപ്പോൾ നമുക്ക് ഇപ്പോൾ പോകണ്ട, ഉറങ്ങിയിട്ട് നമുക്ക് പയ്യെ പോവാം. നേരത്തൊക്കെ നമ്മുടെ ചേഞ്ചസ് ഒക്കെ കാണിച്ചിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പാലം പണിത്, പിന്നെ അവിടെ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു, അത് ഫുൾ അടച്ച്. ദെൻ ഡേർട്ട് മൈനിങ്ങിലും കുറേ പ്രോസസ്സിലൊക്കെ ഇരുന്നു. അതുകൊണ്ടാണ് വീഡിയോകളൊക്കെ ഇട്ടാൻ താമസിച്ചത്. പിന്നെ ഇത് ഇച്ചിരി കൂടി ആക്കിയാൽ ഞാൻ, അപ്പോൾ എനിക്ക് കഴിയില്ല, ബാക്കിയൊന്നും പണിയാൻ കഴിയില്ലായിരുന്നു. ദെൻ പറഞ്ഞ വീഡിയോസിൽ നമ്മളിത് ഫുള്ള് സെറ്റാക്കിയിട്ടൊരു രാജകൊട്ടാരം പോലെ വെക്കുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ കുറേ ബിൽഡ്സിനി വരും. പിന്നെ അതിനൊക്കെ കുറേ എപ്പിസോഡ് നമ്മൾ ഇടുന്നതാണ്. ഞങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങട്ടെ, രാത്രിയായി. സ്കെൽട്ടണൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കെൽട്ടൻ്റെ ഒന്ന് ഒരടി മതി. നമ്മുടെ ഇപ്പോൾ ഒന്നും ടൂൾസൊന്നും ഇല്ല. ടൂൾസുണ്ട്, അയണിൻ്റെ ഒന്നും ആയിട്ടില്ല. നമ്മൾ സ്റ്റോൺ ടൂൾസിൽ തന്നെ നിൽക്കുകയാണ്. ദെൻ മിനിമം നമുക്ക് കുറച്ച് നേരം എടുക്കും. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം ഗൈസ്. ഇവിടുന്ന് ഏകദേശം അവിടെ അങ്ങാണ്ട് വരെ പോകേണ്ട ദൂരമുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇറങ്ങാനൊക്കെ സിമ്പിളാണ്, പക്ഷേ കയറാൻ പാടാണ് ഗൈസ്. ഇങ്ങനെ പിടച്ച് കയറണം. പിന്നെ അതാണൊരു കുഴപ്പം. അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല ഗൈസ്. കുഴപ്പമൊന്നും ഞാൻ കാണില്ല. ഇനി ഇവിടുന്ന് ഇവിടെ നമ്മുടെ വീട് അവിടെ ഇവിടെ ഒരു വഴി സെറ്റ് ചെയ്തുകൊണ്ട് ഇതിലേ കൂടി അങ്ങ് കയറിപ്പോവാം. ദെൻ ഫസ്റ്റ് വാട്ടർ അവിടെയും കൂടി ഒരെണ്ണം ഒഴിച്ചാൽ ഈക്വൽ ആവുള്ളൂ. ദെൻ അത് പോയി എടുത്തിട്ട് വരാം ഗൈസ്. ഇവിടെ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് ആ ഫാമിലെ എല്ലാ ബ്ലോക്കും ഫില്ല് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അതേ അത്രയും കയറി പോകേണ്ടതുകൊണ്ടാണ്. എന്തായാലും നമ്മുടെ ഫാമിൻ്റെ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റാക്കും ഗൈസ്. അത് സമയം എടുക്കും, കുറേ പ്രോസസ്സ് വേണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കണം. എന്ന് വെച്ചാൽ
കൂടുതൽ സമയം പിടിക്കുന്ന രീതിയിലല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റണതല്ല. അത്യാവശ്യം സ്പീഡും വേണം, അത്യാവശ്യം താമസം വേണം. പിന്നെ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ ഇതിൻ്റെ പണി ഫുള്ളും കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോയെന്ന് അറിഞ്ഞുകൂടാ. ഫാമിൻ്റെ പണി കംപ്ലീറ്റ് ആക്കുന്നതേ ഇത് ഈ ബ്ലോക്കിൽ നമ്മൾ പോയിച്ചില്ലേ, ഇനി ഇവിടെ ഫില്ലാക്കും, ഇവിടെ ഫില്ലാക്കും, ഇവിടെ ഫില്ലാക്കും, ഇവിടെ ഫില്ലാക്കും, ഇവിടെ ഫില്ലാക്കും, ഇവിടെയും കൂടി ഫില്ലാക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഫില്ലാക്കണമെന്നില്ല എങ്കിലും ഒരു പെർഫെക്ഷന് വേണ്ടിയാണ്. പെർഫെക്ഷൻ. ദെൻ നമുക്ക് ഹോയിൻ്റെ ആവശ്യമുണ്ട്. ഹോ ഇവിടെ ചെസ്റ്റിലുണ്ടാകും നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെസ്റ്റിലുണ്ടെങ്കിൽ പിന്നെ പണിയാവും. ഹോയിന് വേണ്ടി 2 സ്റ്റോൺ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതുകൊണ്ട് പേടിക്കണ്ട. ഹോ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റിക്ക് വേണം, എന്നാലേ നമുക്ക് ഒരു സംഭവമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. 1 2 3 4 1 2 3 4 ഇതിൽ അങ്ങോട്ട് സ്റ്റോണാണ്, അതുകൊണ്ട് അങ്ങോട്ട് വെക്കണം. നമ്മൾ അങ്ങോട്ട് വെക്കുക. ഇത് വലിയ ഫാം പണിയണമെങ്കിൽ പണിയാം, അപ്കമ്മിങ് വീഡിയോസ്. ഒരെണ്ണം കൂടിയാണ്. ഇപ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീറ്റ് സീഡ് നടും. എന്ന് വെച്ചാൽ നമ്മുടെ പുല്ലൊക്കെ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന സീഡ്. അപ്പോൾ പുല്ലുകളെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് സീനില്ല, അങ്ങ് പൊട്ടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പുല്ലും ക്ലീനാവും, നമുക്ക് സീഡും കിട്ടും. ദെൻ ഇവിടെയുള്ള പുല്ലും വിട്ട് നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രമായിട്ട് തന്നെ അതിനേക്കണം. ഇതും പോട്ടെ. ഇനിയും പുല്ല് വേണം, സീഡ് വേണം. പിന്നെ അതിന് വേണ്ടി നമ്മൾ ഇനിയും പുല്ല് വെട്ടുന്നതാണ്. ഇതിന് മുമ്പ് ഉള്ള സീഡൊക്കെ നമുക്ക് ഇവിടെ നട്ട് വെക്കാം. ഓക്കെ, ഉള്ള സീഡൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അത് വളരുമ്പോഴേക്കും നമുക്ക് അടുത്ത സീഡ് പോയി എടുത്തിട്ട് വരാം. നമുക്ക് ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടണമല്ലേ. അപ്പോൾ ഒരു സീഡ് ഇപ്പം തന്നെ കിട്ടി. ഒരു സീഡ് എൻ്റെ ഇൻവെൻട്രി കണ്ട ഈ പിങ്ക് പെറ്റൽസ് നശിച്ച സാധനം എൻ്റെ ഇൻവെൻട്രി മുഴുവൻ കയറി. എൻ്റെ പൊന്നെ, എന്തോരം ഇതാണ് ഇവിടുത്തെയുള്ള മുഴുവൻ മുഴുവൻ ഐറ്റംസ് എൻ്റെ കയ്യിൽ കയറി. സീഡ് എടുക്കാൻ പോയ ഇവിടെ ഇത് മാത്രമായിട്ടുള്ള നിൽക്കണ്ട, എല്ലാം പൊട്ടിച്ചോളാം. ടെക്നോബ്ലേഡ് ഇത് അടക്കണം. കുറേ നാളായി വിചാരിക്കണം, പറ്റാതെ നമുക്ക് അടക്കാം. ഹെൽത്തും ഇല്ല. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം. ഇച്ചിരി ഫുഡ് ഇല്ലാത്തതാണ്. ഇത് നമുക്ക് ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ട് പോകാം, പിന്നെ ഫുൾ ഹെൽത്ത് ആകും. അത്യാവശ്യം ഹെൽത്ത് കൂടി, അത്രയും മതി. ഹങ്കർ ബാർ കൂടി. പിന്നെ സീഡ് നട്ട് വെച്ചില്ല, മറന്നുപോയി. രാത്രിയാണെങ്കിൽ കൊണ്ട് ഇത് ഫുള്ളും നട്ടാം. ഒരു സൈഡിലെ ഫുള്ളും കംപ്ലീറ്റ് ആകാൻ പോണു ഗൈസ്. നമ്മളെ നേരത്തെ നട്ട വീറ്റ് സീഡ്സൊക്കെ അത്യാവശ്യം ഗ്രോത്തായി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നമ്മളെ സീഡിൻ്റെ തെരച്ചിൽ തുടങ്ങാം. കുറച്ച് ഹെൽത്ത് കളയുന്ന ഞാൻ സ്കെൽട്ടൻ്റെ അടി കൊണ്ട് ചത്തിട്ടുണ്ട്. അവിടെ കിടപ്പുണ്ട്. അവൻ ലൂട്ടെടുത്തെങ്കിൽ ഞാൻ കൊല്ലും കള്ളവാണ്. അയ്യോ, എൻ്റെ ലൂട്ടെടുക്കല്ലേ. യെസ്, ദാറ്റ്സ് നൈസ്. ബക്കറ്റ് എല്ലാം എടുത്ത് ഇനി ഒന്നുമില്ല. അവൻ്റെ ഇങ്ങോട്ട് വരുമെങ്കിൽ നീ എന്നെ
ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ് ഗൈസ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. പെട്ടെന്നാണ്, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പെട്ടെന്നെല്ലാം ചെയ്യുക. എന്നുവെച്ചാൽ പെട്ടെന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് വരുന്ന സീഡൊക്കെ. എന്താ വെട്ടണമെന്ന് നോക്കണ്ട ഗൈസ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫൈനൽ നമ്മൾ തീരാൻ പോയാണ് വീറ്റ് ഫാമിൻ്റെ പണി. 1 2 3 4 1 2 3 4 5 ഉള്ളതെന്നാണ്. ഇനി ഒരു 5 കൂടി ഒപ്പിക്കണം. 1 2 3 4 ദെൻ ഞാൻ ഇപ്പോൾ വരാം. ഇതും കൂടിയാണ് ഗൈസ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിൻ്റെ പണി 100% ഈസ് കംപ്ലീറ്റ് ഗൈസ്. ദെൻ ഒപ്പിക്കാൻ കുറേ പാടൊക്കെ പെട്ട് ഗൈസ്. നിങ്ങൾ സീനില്ല ഗൈസ്. ലാസ്റ്റ് ആയപ്പോൾ സീഡ് കിട്ടണില്ല. പിന്നെ ഞാൻ കുറേ നോക്കിയപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. സീഡ് കിട്ടാഞ്ഞിട്ടല്ല, അവിടെ കുറേ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് എടുക്കാഞ്ഞിട്ടാ പെട്ടെന്ന്. കണ്ട ഇവിടെയൊക്കെ എത്ര ഇതാണ് ഡ്രോപ്പ് ചെയ്തേക്കണം നോക്കി. കുറേ ഞാൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ദെൻ ഞാൻ വെട്ടിയിട്ട് കാണാം ഗൈസ്. ദെൻ നമ്മളെ ഫാമിൻ്റെ പണി തീരാൻ പോയാണ്. യെസ്, ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളെ പണി തീർന്നിരിക്കുകയാണ്. കുറേ നേരം എടുത്തു ഗൈസ്. ഓക്കെ, അത്ര നേരം എടുത്തില്ല, സിമ്പിളായിരുന്നു. ഞാൻ അരമണിക്കൂർ അങ്ങാണ്ട് എടുത്തുള്ളൂ. വീട് പണിയുടെ അത്ര എടുത്തില്ല. വീട് പണി ഫുള്ളും കഴിഞ്ഞപ്പോൾ എന്തോ താഴത്തെ ഇത് പണിയാൻ 1 മണിക്കൂർ, മുകളിലത്തെ പണിയാൻ കുറേ മണിക്കൂർ എടുത്തു. അത് കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോങ് അല്ലാതെ ഷോർട്ടായിട്ട് കാണിക്കണം. ദെൻ നമുക്ക് ഇച്ചിരി വ്യൂസ് കാണിച്ചു തരാം. ഞാൻ അതിന് മുമ്പ് കിടന്നുറങ്ങട്ടെ. രാവിലെ ആയിട്ട് നമ്മൾ നമ്മുടെ പുതിയൊരു മോഡ്സിൻ്റെയൊക്കെ നമ്മൾ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ആദ്യത്തെ സൂമിൻ്റെ മോഡ് കയറ്റി, പിന്നെ ഫ്രീ ക്യാമിൻ്റെ മോഡ് അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതിൻ്റെ ലുക്കൊന്ന് നോക്കി ഗൈസ്. യെസ്, ദാറ്റ്സ് നൈസ് അല്ലേ. ഇങ്ങനത്തെ കുറേ പ്രയോജനമുള്ള മോഡാണ്. അയ്യോ, അവിടെ ശരിയാക്കണം. ഓക്കെ, ദെൻ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. ഇവിടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഓളെന്ന് ഓപ്ഷൻ ഇടുക. ഇതിന് നല്ല വീഡിയോസായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ചെയ്യാക്കണം. കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം വ്യൂസ് കിട്ടി നമുക്ക്. ദെൻ അതുകൊണ്ടാണ് വീണ്ടും വീഡിയോസ് ഇനി കണ്ടിന്യൂ എപ്പിസോഡൊക്കെ വരും. ഡെയിലി വീഡിയോ ഇടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാറുണ്ടെങ്കിലും നമ്മൾ പറ്റാവുന്ന പോലെ നേരത്തെ ഇടാറുണ്ട്. ദെൻ ബൈ.